ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ക്രിസ്മസ് എപ്പിസോഡിന്റെ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ സുന്ദരമായ ഒരു ഭാഗം ഇത്. ആസ് എൻ എപ്പിസോഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണിത്. സ്നാപക യോഹന്നാന്റെ ജനനമാണ്. ടി വിയിൽ കാണുന്നവർക്ക് പോസ് ചെയ്യാൻ മാർഗമില്ലായിരിക്കും, പക്ഷേ യൂട്യൂബിലാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് കാണിക്കേണ്ട ഒരു സ്നേഹവും മര്യാദയും എന്നറിയാമോ? ഇവിടം കൊണ്ടത് പോസ് ചെയ്തു. ഈ വീഡിയോ ഇവിടം കൊണ്ടൊന്ന് പോസ് ചെയ്തിട്ട് വലിയ അത്യാവശ്യം പിടിച്ച് തിരക്കൊന്നുമില്ലെങ്കിൽ ബൈബിൾ തുറന്ന് ഈ ഭാഗം ഒന്ന് വായിച്ചിട്ട് എന്നോട് കൂടെ തിരിച്ചു വരിക. അതായത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങൾ. സ്നാപക യോഹന്നാന്റെ ജനനം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരു വിഷയത്തിലേക്കാണ് ഫോക്കസ് ചെയ്തത്. ഇന്ന് അങ്ങനല്ല. ഇന്ന് നമ്മൾ ഈ പാസേജിനെ ഫോക്കസ് ചെയ്യാണ്. ഈ പാസേജിലുള്ള ഈ ഭാഗത്തുള്ള പല ചിന്തകളെ ഒരുമിച്ച് നമ്മൾ ധ്യാനിച്ച് മുന്നോട്ട് പോവുകയാണ്. ആദ്യത്തത് എന്നോടൊപ്പം നടക്കുക. 57-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എലിസബത്തിന് പ്രസവ സമയമായി, അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. അടുത്തത് 58-ാമത്തെ വാക്യം: കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. അതായത് എലിസബത്തിന്റെ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കുന്നു. വന്ധ്യ എന്ന് മുദ്ര ചാർത്തപ്പെട്ടവൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് പിറന്നു. ഇനി ആ കുഞ്ഞ് പിറന്ന വാർത്ത അറിഞ്ഞിട്ട് ബന്ധുക്കളുടെയും അയൽക്കാരുടെയും വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നവരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നമുക്കറിയാം, നല്ലതാണെങ്കിൽ ഒത്തിരി സന്തോഷവും, എങ്ങാനും മോശമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ദുരിതം അനുഭവിക്കുന്നവരുമായ ഒരു കൂട്ടരാണ് ഈ പറഞ്ഞ രണ്ട് കൂട്ടര്. ഏത്? അയൽക്കാരും ബന്ധുക്കളും. അപ്പൊ ഈ അയൽക്കാരും ബന്ധുക്കളും ഈ വാർത്ത അറിഞ്ഞിട്ട് പറയുന്ന കാര്യം, ദൈവം അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു, എന്നിട്ട് അവളുടെ ആ അവസ്ഥയിൽ സന്തോഷിക്കുന്നു, അവളോട് ചേർന്ന് സന്തോഷിക്കുന്നു. ക്രിസ്മസിന്റെ ഒരു ഗുണം ഇതാണ്. ഈ സന്തോഷമാണ് മുഴുവൻ. സന്തോഷമാണ് മുഴുവൻ. നമ്മൾ നേരത്തെ കണ്ടതാണ്. എലിസബത്തിന്റെ വീട്ടിൽ മറിയം ചെന്നപ്പോ അവിടെ സന്തോഷം. ഉദരത്തിൽ കിടന്ന കൊച്ചിന് സന്തോഷം, കുതിച്ചു ചാടുന്നു. മറിയം തന്നെ പറയുന്നു, എന്റെ ആത്മാവ് കർത്താവിൽ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. ഇവിടെ വീണ്ടും ആനന്ദം. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. ഇവിടെ നമ്മളെ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെ അറിയാമോ? ഈ അയൽക്കാരും ബന്ധുക്കളും ടീമില്ലേ, ആ ടീമിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് വെക്കണം. എന്നിട്ട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്: മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ കൂടെ സന്തോഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതായത് നമ്മൾ സാധാരണ പറയത്തില്ലേ, സങ്കടപ്പെട്ടിരിക്കുന്നവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നവൻ നല്ല സുഹൃത്താണെന്ന്. നിങ്ങൾ എനിക്ക് ഉത്തരം തന്നേ. സങ്കടപ്പെടുന്നവന്റെ കൂടെ ഇരുന്ന് സങ്കടപ്പെടുന്നവനാണോ, സന്തോഷിക്കുന്നവന്റെ കൂടെ ഇരുന്ന് സന്തോഷിക്കുന്നവനാണോ നല്ല സുഹൃത്ത്? നല്ല സുഹൃത്ത്, നല്ല ബന്ധു, നല്ല മിത്രം ആരാത്? ആ കുറെ കൂടെ മെച്ചപ്പെട്ട കാര്യം എന്നറിയാമോ? സങ്കടപ്പെടുന്നവന്റെ കൂടെ സങ്കടപ്പെടാൻ ആർക്കും പറ്റുമെന്നേ. ഛേദമില്ലാത്ത ഉപകാരമാണ്. സന്തോഷിക്കുന്നവന്റെ കൂടെ സന്തോഷിക്കാനാണ് പാട്. നമ്മളൊക്കെ മനസ്സിൽ ആ പ്രശ്നമുണ്ട്. ഉദാഹരണം പറയാം. ഈ ഒരു വീട്ടിലൊരു മരണം നടന്നു. അവിടെ മൃതശരീരം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്ന് ഒരാൾ കരയുകയാണ്. അതുവഴി പോകുന്ന ഒരു വഴിപോക്കന് പോലും അകത്തോട്ട് കയറി വന്നിട്ട് ഈ കരഞ്ഞോണ്ടിരിക്കുന്ന ആളുടെ തോളത്തട്ടിട്ട് പറയാം, പോട്ട സാരമില്ല, ഇതിലും വലുതെന്തോ വരാനിരുന്നതാണെന്ന്. ഇതിൽ കൂടെ തന്നെ വരാൻ ആള് മരിച്ചു കിടക്കാൻ പറയുകയാണ്. ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ്, ഇവിടെ കൊണ്ട് അവസാനിച്ചല്ലോ എന്ന്. ചെലവില്ലാത്തൊരു ആശ്വസിപ്പിക്കലല്ലേ. പറയുന്നവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിനകത്ത്. കാരണം സങ്കടപ്പെട്ടിരിക്കുന്നവനെ ആശ്വസിപ്പിക്കുമ്പോ ആശ്വസിപ്പിക്കുന്നവൻ സുപ്പീരിയറും ആശ്വസിപ്പിക്കപ്പെടുന്നവൻ ഇൻഫീരിയറുമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സങ്കടത്തിൽ കൂടെ പോയിരിക്കാൻ നമുക്ക് വലിയ പാടില്ലെന്ന്. കാരണം നമുക്കൊരു ക്ഷീണവും പറ്റിയിട്ടില്ലല്ലോ, നമുക്കൊരു ബുദ്ധിമുട്ടും. നമ്മളെപ്പോഴും മുകളിലല്ലേ, അവരല്ലേ ഒന്ന് താഴ്ന്നു പോയത്. അപ്പൊ അവരടുത്ത് പോയിരിക്കുമ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ? നമ്മൾ മുകളിലാണ്. പക്ഷെ തിരിച്ചോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കൊച്ചും അയൽപക്കത്തെ കൊച്ചും 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി. നമ്മുടെ കൊച്ചിന് 80% മാർക്ക്, കൊള്ളാവുന്ന മാർക്കാണ്. ഇന്നുവരെ എല്ലാവർക്കും 80% കിട്ടുന്നുണ്ട്. അത്ര വലിയ കൊള്ളാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇരിക്കട്ടെ, 80% മാർക്ക് നമ്മുടെ കൊച്ചിന്. അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് 95% മാർക്ക്, 95% മാർക്ക്. ആ വീട്ടിൽ സന്തോഷം. അപ്പൊ അങ്ങോട്ട് ചെന്നിട്ട്, നമ്മുടെ കൂട്ടുകാരിയാണ് അപ്പുറത്തെ വീട്ടിലെ, നമ്മുടെ കൂട്ടുകാരനാണ്, അവന്റെ മോനാണ്, അവളുടെ മോളാണ്,
അപ്പൊ നമ്മൾ എന്നിട്ട് ഒത്തിരി സന്തോഷമുള്ള വാർത്ത കേട്ടപ്പോൾ കൊച്ച് അവൾ എന്തോരം കഷ്ടപ്പെട്ട് പഠിച്ചതാ, 95% മാർക്ക് വാങ്ങിച്ചല്ലോ എന്ന് ഹൃദയം നിറഞ്ഞ് പറയാൻ നമുക്ക് പറ്റുമോ? അത് പറ്റാത്തിടത്തോളം കാലമുണ്ടല്ലോ നമ്മൾ ഒരിക്കലും ഈ ബന്ധുക്കളുടെയും ഈ മിത്രങ്ങളുടെയും ഗണത്തിൽപ്പെടത്തില്ല. എലിസബത്തിന്റെ വീട്ടിൽ ഒരു സന്തോഷം വന്നപ്പോ കൂടെ സന്തോഷിക്കാൻ പറ്റാത്തവരാ നമ്മളിൽ പലരും. നമ്മളാണെങ്കിൽ കണ്ടുപിടിച്ചേനെ, നമ്മൾ ഉടനെ കുശുമ്പൂത്തം തുടങ്ങുകയെ. എന്നാൽ ഈ പ്രായത്തിൽ എങ്ങനെ കൊച്ചുണ്ടായത്? IVF വല്ലതും ആയിരിക്കും. എന്നിട്ട് നമ്മൾ കഥ പറഞ്ഞു ചേർക്കും. നമ്മൾ എന്നിട്ട് പറയും അഡോപ്റ്റഡ് കൊച്ചു വല്ലതും ആയിരിക്കും. ചുമ്മാ അത് വന്തി അവർക്ക് ഇനി കൊച്ചൊന്നും ഉണ്ടാകുമ്പോൾ നമ്മൾക്കറിയാമെന്നല്ലേ. കാരണം നമുക്ക് ആ സന്തോഷത്തെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്തൊരു അസ്വസ്ഥത നമുക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ക്രിസ്മസിന് ചേരുന്നവരല്ല. നമ്മൾ ആരും ക്രിസ്മസിന് ചേരുന്നവരല്ല. അത് ഓർത്തേക്കണം. ക്രിസ്മസ് എന്ന് വെച്ചാൽ എന്താ? മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിൽ കൂടെ സന്തോഷിക്കുന്ന അനുഭവത്തിന്റെ പേരാണ് ക്രിസ്മസ്. ക്രിസ്മസിന് ചേരുന്നവരായി നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കണം. എന്നിട്ട് താഴേക്ക് വരുമ്പോ അടുത്തത് പിന്നെ നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ ആ പാസേജ് ആണ് ധ്യാനിക്കുന്നത്. ഒരു ബൈബിൾ ഭാഗം വെച്ച് ഓരോന്നോരോന്നായിട്ട് ധ്യാനിച്ചു പോവാണ്. എടുത്തേ 59ാമത്തെ വാക്യം ഇങ്ങനെയാണ്: 8ാം ദിവസം അവർ ശിശുവിന്റെ പരിച്ഛേദനത്തിന് വന്നു. ആര്? ഇതേ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്നു. പിതാവിന്റെ പേരനുസരിച്ച് സഖറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു പൊതുക്രമമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ. അപ്പനപ്പൂപ്പന്മാരായിട്ട് പാലിച്ചു വന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് മുകളിൽ ദൈവ തിരുമനസ് പ്രവർത്തിക്കാറായി എന്ന് തോന്നിയാൽ തന്റെ ഇടത്തോടെ ഇതിന്റെ മുകളിലേക്ക് ദൈവത്തിന്റെ തിരുമനസിനെ വെക്കണം. സഖറിയ എന്ന പേരുണ്ടല്ലോ, അവരുടെ ട്രഡീഷണൽ അപ്പന്റെ പേരനുസരിച്ച്, നാട്ടു നടപ്പനുസരിച്ച്, ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് അതെല്ലാമാണ് സഖറിയ. യോഹന്നാൻ എന്താ? ദൈവത്തിന്റെ തിരുഹിതത്തിന്റെ പേരാണ് യോഹന്നാൻ. കാരണം യോഹന്നാൻ എന്നുള്ള പേര് ആര് പറഞ്ഞു കൊടുത്തതാ? ദൈവം പറഞ്ഞു. ചിലപ്പോൾ നമുക്കത് പറ്റുകയില്ല. ചില കാര്യങ്ങളൊക്കെ ദൈവവും മിശിഹാ തമ്പുരാൻ അവന്റെ സഭ നമ്മളോട് പറയുമ്പോ നമ്മളുടനെ പറയും ഞങ്ങൾ ചെയ്യൂല. കാരണം എന്താ? ഞങ്ങളുടെ കാരണവന്മാരായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങൾ അതിനകത്തുനിന്ന് മാറത്തില്ല. അങ്ങനെ പറയുന്ന എല്ലാവരും കൊച്ചിന് സഖറിയ എന്ന് പേരിടണമെന്ന് പറയുന്നവരാ. കാരണം എന്താ? ഇതാണ് ഞങ്ങളുടെ ഫാമിലിയുടെ ലീനിയേജ്, ഇങ്ങനെ ഞങ്ങൾ ശീലിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ശീലത്തിന്റെ മുകളിൽ ഒരു യോഹന്നാൻ വരണം. യോഹന്നാൻ എന്താ? ദൈവത്തിന്റെ തിരുമനസിന്റെ പേരാണ് യോഹന്നാൻ. ചിലപ്പോൾ നമുക്കത് പറ്റാറില്ല. നമ്മൾ സഖറിയായി പിടിച്ചോണ്ടിരിക്കുകയാണ്. യോഹന്നാനിലേക്ക് വളരണം. വേറൊരു വലിയ ചിന്ത എന്നറിയാമോ? അതെനിക്ക് എപ്പോഴും ഈ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഞാൻ പറയാറുള്ളതാണ്. അതായത് ഈ എലിസബത്തിന് എങ്ങനെ മനസ്സിലായി കൊച്ചിന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന്? എലിസബത്തിന് എങ്ങനെ മനസ്സിലായി? കാരണം യോഹന്നാൻ എന്നുള്ള പേര് കർത്താവ് പറഞ്ഞു കൊടുത്തത് ആർക്കാ? യോഹന്നാൻ എന്നുള്ള പേര് പറഞ്ഞു കൊടുത്തത് സഖറിയായിക്ക്. സഖറിയ അന്ന് തൊട്ടതാ ഇന്ന് വരെ മിണ്ടിയിട്ടുമില്ല. സഖറിയ മുനിയാണ്, വിലക്കിയിരിക്കുകയാണ്, സംസാരമില്ല. അപ്പൊ ആകപ്പാടെ ഈ പേരറിയാവുന്നത് സഖറിയായിക്ക്. സഖറിയ ഇതാരോട് മിണ്ടിയിട്ടുമില്ല. സഖറിയ ഒരു മൂലക്കിരിക്കുകയാണ്. അപ്പൊ എലിസബത്ത് പറയുന്നു കൊച്ചിന് പേരിടണം യോഹന്നാൻ. എന്താ സംഭവം? സഖറിയായുടെ മൗനത്തിന്റെ അർത്ഥം പോലും ആര് വായിച്ചെടുക്കുന്നു? എലിസബത്ത് വായിച്ചെടുക്കുന്നു. മൗനത്തിന്റെ അർത്ഥം പോലും ഭാര്യ വായിച്ചെടുക്കുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ അവസ്ഥ എന്താ? പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടല്ലേ ചിലപ്പോ ഈ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. അതായത് മനുഷ്യൻ നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലായി, ഭാഷ ഒരേ ഭാഷയാണ്, പക്ഷെ പറയുന്നത് മനസ്സിലാകുന്നില്ല. തിരിച്ച് ഭർത്താവ് പറയും, എടി നീ എന്തോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്താ ചിന്തിക്കുന്നത്, നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ സഖറിയ പറയാതിരുന്നിട്ട് കൂടി, സഖറിയ പറയാതിരുന്ന കാര്യം, സഖറിയയുടെ മൗനം ആര് വായിച്ചെടുക്കുന്നു? എലിസബത്ത് വായിച്ചെടുക്കുന്നു. ദൈവം ഇടപെടുന്ന ഒരു കുടുംബത്തിൽ വരുന്ന മാറ്റം അതാണ്. നിശബ്ദത പോലും വായിച്ചെടുക്കപ്പെടും.